പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് 2026 ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റി ആയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള സൂപ്പർ താരമായ AJ സ്റ്റൈൽസ് WWE റിങ്ങിനോട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച AJ സ്റ്റൈൽസ് എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നുള്ളത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് AJ സ്റ്റൈൽസ് കൊടുത്ത ഇൻ്റർവ്യൂവിലൂടെ AJ സ്റ്റൈൽസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് WWE നിലവിൽ തനിക്ക് കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളത് AJ സ്റ്റൈൽസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു പെർഫോമർ എന്ന നിലയിലല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ റോൾ എന്ന് പറയുന്നത് WWE NXT എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ബ്രാൻഡിലേക്ക് പുതുമുഖ റെസ്ലേഴ്സിനെ യുവതാരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ ഒരു സ്കൗട്ട് പോലെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ പുതിയ റോള്. അങ്ങനെ പുതിയ താരങ്ങളെ കണ്ടുപിടിച്ച് WWE ID എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഭാഗമാക്കി പിന്നീട് അവിടെ നിന്ന് പെർഫോമൻസ് സെൻറ്ററിലേക്കും NXTയിലേക്കും തുടർന്ന് മെയിൻ റോസ്റ്ററിലേക്കും കൊണ്ടുവരുന്ന ഒരു സ്കൗട്ടിൻ്റെ റോളാണ് തനിക്കിപ്പോൾ ഉള്ളത് എന്നുള്ളതും ഇപ്പോൾ AJ സ്റ്റൈൽസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റി ആയിട്ട് മാറിയ AJ സ്റ്റൈൽസ് WWE കോൺട്രാക്റ്റിൽ തന്നെ ഒരു ബാക്ക് സ്റ്റേജ് റോളിൽ അദ്ദേഹത്തിൻ്റെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് AJ സ്റ്റൈൽസ് പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് NXT ബ്രാൻഡിൻ്റെ മുൻ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനും NXT ചാമ്പ്യനുമൊക്കെ ആയിരുന്ന ഈതൻ പേജ് എന്ന് പറയുന്ന റെസ്ലറെ സംബന്ധിച്ച് WWE നിലവിലുള്ള ബിഗ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ NXT ബ്രാൻഡിൽ ആക്റ്റീവായിട്ടുള്ള സ്റ്റോറി ലൈനുകളിൽ ഈ മുൻ ചാമ്പ്യൻ ആക്റ്റീവാണ്. അദ്ദേഹത്തിന് എല്ലാ വീക്ക്ലി എപ്പിസോഡ്സിലും സെഗ്മെൻ്റ് ഉണ്ട്, മത്സരങ്ങളുണ്ട്, ചാമ്പ്യൻഷിപ്പ് റണ്ണുകളും അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ആഴ്ച വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈതൻ പേജിൻ്റെ ക്യാരക്ടർ കൃത്യമായി വീക്ഷിക്കുന്നവർക്ക് അറിയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മെയിൻ റോസ്റ്ററിന് പറ്റിയ കഥാപാത്രമൊക്കെ കൊണ്ടുപോകുന്ന റെസ്ലറാണ് എന്നുള്ളത്. അത്രയും നല്ലൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം NXT ബ്രാൻഡിൽ നിലവിൽ കിടക്കുന്നതിൻ്റെ ഒരു കാരണം NXTയിൽ കുറച്ച് ടോപ്പ് റെസ്ലേഴ്സ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തയും ഈതൻ പേജിനെ ഉടനെ മെയിൻ റോസ്റ്റർ കോളപ്പാക്കിയിട്ട് റോയിലേക്കോ സ്മാക്ഡൗണിലേക്ക് കൊണ്ടുവന്നേക്കാം എന്നുള്ളതാണ്. അതായത് ഈതൻ പേജ് എന്ന് പറയുന്ന റെസ്ലറിന് ഇനി കുറച്ച് മാസം NXTയുടെ മെയിൻ ഇവൻ്റ് സീനിൽ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കും. അതായത് NXT ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനുകൾക്ക് വേണ്ടി. അതിനുശേഷം 2026 തന്നെ അദ്ദേഹത്തെ മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളായ റോയിലേക്കോ സ്മാക്ഡൗണിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈതൻ പേജിനെ സംബന്ധിച്ചുള്ള ബിഗ് പ്ലാൻ എന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ NXT ഫോളോ ചെയ്യുന്നവർക്ക് ഈതൻ പേജ് എന്ന് പറയുന്ന മുൻ AEW TNA റെസ്ലിംഗ് താരത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ മെയിൻ റോസ്റ്ററിന് പറ്റിയ റെസ്ലറാണ്, അത്രയും കഴിവുണ്ട്. അതിപ്പോൾ ക്യാരക്ടറിലായാലും മൈക്ക് സ്കില്ലിലായാലും റിങ്ങിലെ വർക്കിലായാലും കിടിലമായിട്ടുള്ള ഒരു പെർഫോമറാണ്. അപ്പോൾ മെയിൻ റോസ്റ്ററിലേക്ക് വന്നാൽ കിടിലൻ സ്റ്റോറി ലൈനുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈതൻ പേജിനെ സംബന്ധിച്ചുള്ളതും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് WWEയിലെ ഹോൾ ഓഫ് ഫെയിമേഴ്സായ ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന നിക്കി ബെല്ല, ബ്രീ ബെല്ല തുടങ്ങിയവരുടെ ടീമിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപുള്ള ഒരു റോ എപ്പിസോഡിൽ ബെല്ല ട്വിൻസിൻ്റെ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബെല്ല ട്വിൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. 2026 വുമൻസ് റോയൽ റംബിളിലൂടെ WWEയിലേക്ക് ഒരു സർപ്രൈസ് റിട്ടേൺ നടത്തിയ ബ്രീ ബെല്ല സഹോദരിയായ നിക്കി ബെല്ലയുമായിട്ട് ആ ബെല്ല ട്വിൻസ് എന്ന ടീം റീഫോം ചെയ്യിച്ചപ്പോൾ വലിയ പ്രതീക്ഷകൾ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ അവർ റോയിൽ വന്നിട്ട് അങ്ങനെ സ്റ്റോറി കൊണ്ടുപോകുന്നതിൻ്റെ യാതൊരുവിധ സൂചനയോ പിന്നീട് അങ്ങോട്ടൊന്നും നൽകിയില്ല. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ റെസ്ൽമേനിയ 42 ബെല്ല ട്വിൻസ് ഭാഗമായേക്കുമെന്നുള്ളത് നിക്കി ബെല്ല തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇതേ ഒരു പ്രോഗ്രാമിൽ തന്നെ നിക്കി ബെല്ല പറയുന്നത് നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ നയ ജാക്സ്, ലാഷ് ലെജൻഡ്, അതുപോലെ തന്നെ ബെയ്ലി, ലൈറ വാൽക്കീരിയ, കബൂക്കി വാരിയേഴ്സ് ഈ തുടങ്ങിയ ടീമുകൾക്കെതിരെ ഈ ബെല്ല ട്വിൻസിന് ഒരു ടാഗ് ടീം മത്സരം കളിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ്. അപ്പോൾ മിക്കവാറും ബെല്ല ട്വിൻസിന് ഒരു വുമൻസ് ടാഗ് ടീം സ്റ്റോറി ലൈൻ, അതായത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈൻ റെസ്ൽമേനിയ 42 കൊടുക്കാൻ വലിയ സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ റോയും സ്മാക്ഡൗണും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഒരു മൾട്ടി വുമൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം റെസ്ൽമേനിയ 42 വന്നേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഹോൾ ഓഫ് ഫെയിമേഴ്സായ ബെല്ല ട്വിൻസും കൂടി ആ ഒരു മത്സരത്തിലേക്ക് വന്നാൽ ബെല്ല ട്വിൻസിനുള്ള ഒരു വിജയ സാധ്യത വർദ്ധിക്കും. ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ടീം റീഫോം ചെയ്തതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് WWE കമൻറ്റേറ്റർ ആയിരുന്ന പാറ്റ് മക്ഫി എന്ന് പറയുന്ന പാർട്ട് ടൈം റെസ്ലറിനെ സംബന്ധിച്ചാണ്. പാറ്റ് മക്ഫി ഇക്കഴിഞ്ഞ ദിവസം
ഇൻസ്റ്റഗ്രാമിലൂടെ WWE തിരിച്ചുവരവിൻ്റെ സൂചന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു Q&Aയിൽ പങ്കുവച്ച അഭിപ്രായം ഇങ്ങനെയാണ്. നിലവിൽ തൻ്റെ ഒരു ടച്ച് WWE വിട്ടു നിൽക്കുകയാണ്. താൻ ഇപ്പോൾ കമ്പനിയിലേക്ക് തിരികെ വരേണ്ട ഒരു ആവശ്യം തനിക്കുള്ളതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് പാറ്റ് മക്ഫി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മൈക്കൽ കോൾ എന്ന് പറയുന്ന പാറ്റ് മക്ഫിയുടെ പാർട്ണറായിട്ടുള്ള കമൻറ്റേറ്റർ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലെവൽ ലഭിച്ചിട്ടുള്ള കമൻറ്റേറ്റർ, അദ്ദേഹം പാറ്റ് മക്ഫി ഇല്ലാതെ തന്നെ പ്രോഗ്രാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെന്നും ഞാൻ ഷോ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് എന്നുള്ളതും പാറ്റ് മക്ഫി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ റിട്ടേണിൻ്റെ ഒരു സാധ്യത ഈ അടുത്തൊന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളത് പാറ്റ് മക്ഫി വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാറ്റ് മക്ഫി ഒരു കമൻറ്റേറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം റെസ്ലറായിട്ടോ WWE മെയിൻ റോസ്റ്ററിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സൂചന ഈ അടുത്തൊന്നും ഇല്ല എന്നുള്ളത് ആ വ്യക്തി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പാറ്റ് മക്ഫി ഇപ്പോൾ മാറി നിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള അത് മെയിൻ റോസ്റ്ററിൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത്, നമ്മൾ എല്ലാവരും കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് കാത്തിരിക്കുന്ന കെവിൻ ഓവൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും കുറച്ച് അത്ര പോസിറ്റീവ് അല്ലാത്തൊരു അപ്ഡേറ്റുമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ പക്ക പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ്, 2026 തന്നെ കെവിൻ ഓവൻസ് റിങ്ങിലേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി റിട്ടേൺ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് WWE ബാക്ക് സ്റ്റേജിൽ ഒരു ഡിസ്കഷനായിട്ട് നടക്കുന്നുണ്ടെന്ന് ഒരു സോഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2026 തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ മാച്ച് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സമ്മർ ടൈം, അതായത് ഇപ്പോൾ അമേരിക്കയിലെ സമ്മർ ടൈം നമുക്കറിയാം, അത് ഓഗസ്റ്റ് ആ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് കെവിൻ ഓവൻസ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്കാനിങ്ങിനും കൂടി വിധേയമായേക്കും എന്നുള്ളതാണ്. അത് സമ്മറിലേക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ആ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസം വരെ കെവിൻ ഓവൻസിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ് ആണ് കെവിൻ ഓവൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2026 തന്നെ കഴിഞ്ഞ വർഷം ഇഞ്ചുറി കിട്ടി മാറി നിന്ന കെവിൻ ഓവൻസിൻ്റെ ഒരു റിട്ടേൺ നടക്കുകയാണെങ്കിൽ ആരാധകരെ സംബന്ധിച്ച് ഇപ്പോൾ പ്രൊഡക്റ്റ് കുറച്ച് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കെവിൻ ഓവൻസിൻ്റെ റിട്ടേൺ പഴയ ഒരു ഓളം സമ്മാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്. അത് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.